ശ്രീരാമജയം. ഇന്ന് വാത്മീകി രാമായണം ബാലകാണ്ഡം 39-ാം സർഗം വായിക്കാം. വിശ്വാമിത്രവചഃ ശ്രുത്വാ കഥാന്തേ രഘുനന്ദന ഉവാച പരമപ്രീതോ മുനിം ദീപ്തമിവാനലം ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സമുപാഹരത്. തസ്യ തദ്വചനം ശ്രുത്വാ കൗതൂഹലസമന്വിത വിശ്വാമിത്രസ്തു കാകുത്സ്ഥമുവാച പ്രഹസന്നിവ. ശ്രൂയതാം വിസ്തരോ രാമസകരസ്യ മഹാത്മന ശങ്കരശ്വശുരോ നാംനാ ഹിമവാനിതി വിശ്രുത. വിന്ധ്യപർവതമാസാദ്യ നിരീക്ഷേതേ പരസ്പരം തയോർമധ്യേ സമഭവത് യജ്ഞസ പുരുഷോത്തമ. സഹിതേശോ നരവ്യാഘ്രപ്രശസ്തോ യജ്ഞകർമ്മണി തസ്യാശ്വചര്യാ കാകുത്സ്ഥ ദൃഢധന്വാ മഹാരഥ. അംശുമാനകരോത്താതസകരസ്യ മതേ സ്ഥിത. തസ്യ പർവണി തം യജ്ഞം യജമാനസ്യ വാസവ. രാക്ഷസീം തനുമാസ്ഥായ യജ്ഞിയാശ്വമപാഹരത്. ഹ്രിയമാണേ തു കാകുത്സ്ഥ തസ്മിന്നശ്വേ മഹാത്മന. ഉപാധ്യായഗണാ സർവേ യജമാനമഥാബ്രുവൻ അയൻ പർവണി വേഗേന യജ്ഞിയാശ്വോപനീയതേ. ഹർത്താരം ജഹി കാകുത്സ്ഥ ഹയശ്ചൈവോപനീയതാം യജ്ഞച്ഛിദ്രം ഭവത്യേതത് സർവേഷാമശിവായ നഃ. തത്തഥാ ക്രിയതാം രാജൻ യജ്ഞോച്ഛിദ്രകൃതോ ഭവേത്. സോപാധ്യായവചഃ ശ്രുത്വാ തസ്മിൻ സദസി പാർത്ഥിവ. ഷഷ്ഠിം പുത്രസഹസ്രാണി വാക്യമേതതുവാചഃ. ഗതിം പുത്രാ ന പശ്യാമി രക്ഷസാം പുരുഷർഷഭാ. മന്ത്രപൂതൈർമഹാഭാഗൈരാസ്ഥിതോ ഹി മഹാക്രതു. തദ്ഗച്ഛഥ വിജിന്വധ്വം പുത്രകാ ഭദ്രമസ്തു വഃ. സമുദ്രമാലിനീം സർവാം പൃഥിവീമനുഗച്ഛഥ. ഏകൈകം യോജനം പുത്രാ വിസ്താരമഭിഗച്ഛത. യാവത് തുരകസന്ദർശസ്താവത് ഖനതമേദിനീം തമേവ ഹയഹർത്താരം മാർഗമാണാമമാജ്ഞയാ. ദീക്ഷിത പൗത്രസഹിത സോപാധ്യായഗണസ്ത്വഹം ഇഹ സ്ഥാസ്യാമി ഭദ്രം വോ യാവത് തുരകദർശനം. തേ സർവേ ഹൃഷ്ടമനസോ രാജപുത്രാ മഹാബലാ. ജഗ്മുർമഹീതലം രാമഃ പിതുർവചനയന്ത്രിതാ. ഗത്വാ തു പൃഥിവീം സർവാമദൃഷ്ട്വാ തം മഹാബലാ. യോജനായാമവിസ്താരമേകൈകോ ധരണീതലം. ബിഭിതു പുരുഷവ്യാഘ്രാ വജ്രസ്പർശസമൈർഭുജൈ. ശൂലൈരശനികൽപ്പൈശ്ച ഹലൈശ്ചാപി സുദാരുണൈ. ഭിദ്യമാനാ വസുമതീ നനാദരഘുനന്ദന. നാഗാനാം വധ്യമാനാനാമസുരാണാം ച രാഘവ. രാക്ഷസാനാം ധുരാധർഷ സത്വാനാം നിനതോ ഭവത്. യോജനാനാം സഹസ്രാണി ഷഷ്ഠിം തു രഘുനന്ദന. ബിഭിതുർധരണീം രാമ രസാതലമനുത്തമം. ഏവം പർവതസംവാദം ജംബൂദ്വീപം നൃപാത്മജാ. ഖനന്തോ നൃപശാർദൂല സർവതഃ പരിചക്രമു.
തതോ ദേവാസ ഗന്ധർവാസാസുരാസഹ പന്നഗാ സംഭ്രാന്തമനസഃ സർവേ പിതാമഹമുപാഗമൻ. തേ പ്രസാദ്യ മഹാത്മാനം വിഷണ്ണവദനാസ്തഥാ ഊചുഃ പരമസംത്രസ്താ പിതാമഹമിതം വചഃ. ഭഗവൻ പൃഥിവീ സർവാ ഖന്യത്തെ സകരാത്മജൈ ബഹവശ്ച മഹാത്മാനോ വധ്യന്തെ ജലചാരിണ. അയം യജ്ഞഃ നോസ്മാകമനേനാശ്വോപനീയത്തെ ഇതി തേ സർവഭൂതാനി ഹിംസന്തി സകരാത്മജ. ഇത്യാശ്രീ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 49 സർഗഃ. സകര രാജാവിൻ്റെ യാഗത്തിലുള്ള കുതിരയെ ഹരിക്കുന്നതാണ് ഈ 39 സർഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. വിശ്വാമിത്ര മുനിയുടെ വാക്ക് കേട്ടിട്ട് അതിസന്തുഷ്ടനായ രഘുകുമാരൻ രാമൻ കഥയുടെ അവസാനത്തിൽ അഗ്നി എന്ന പോലെ ജ്വലിക്കുന്നവനായ മഹർഷിയോടായി ഇങ്ങനെ പറഞ്ഞു: ഹേ ബ്രഹ്മൻ, അവിടുത്തേക്ക് മംഗളം. എൻ്റെ ആ കാരണവൻ പൂർവികർ യാഗത്തെ എപ്രകാരം നടത്തിയെന്ന ആ ചരിത്രത്തെ വിസ്തരിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമൻ്റെ ആ വാക്ക് കേട്ടിട്ട് വിശ്വാമിത്ര മഹർഷി ആ സമയം അല്പം പുഞ്ചിരിയോടുകൂടി കൗതുകം പൂണ്ടവനായ കാകുത്സ്ഥനോടായി ഇങ്ങനെ പറഞ്ഞു: ഹേ രാമ, മഹാത്മാവായ സകര മഹാരാജാവിൻ്റെ ചരിത്രത്തെ കേട്ടുകൊള്ളുക. ഇന്ദ്രൻ കൊടുത്തതായ വരത്തോടുകൂടിയവനും പർവ്വതരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനും ശ്രീമാനും സിദ്ധനും പരമശിവന്റെ ഭാര്യയുടെ അച്ഛനുമായ പർവ്വതശ്രേഷ്ഠൻ ഹിമവാൻ വിന്ധ്യപർവ്വതത്തോട് എത്തിയിട്ട് അവരിരുവരും, അതായത് ഹിമവാനും വിന്ധ്യപർവ്വതവും തമ്മിൽ നോക്കി നിൽക്കുന്നു. ഹേ പുരുഷശ്രേഷ്ഠ, അവ രണ്ടിൻ്റെയും, അതായത് വിന്ധ്യപർവ്വതത്തിൻ്റെയും ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ ഹിമവാന്റെയും നടുവിൽ ആ യാഗം നടക്കുകയുണ്ടായി. ഹേ നരശ്രേഷ്ഠ, എന്തെന്നാൽ ആ പ്രദേശം യാഗം ചെയ്യുവാൻ ഉത്തമമായത് ആകുന്നു. ഉണ്ണി കാകുത്സ്ഥ, ദൃഢമായ വില്ലോടുകൂടിയവനും മഹാരഥത്തോടുകൂടിയവനുമായ ആ അംശുമാൻ ആ സകര മഹാരാജാവിൻ്റെ കൽപ്പനയിൽ നിലനിന്നുകൊണ്ട് അശ്വത്തെ സംരക്ഷിക്കുന്നതിനായി അതിൻ്റെ പിന്നാലെ ചെന്നു. യാഗത്തെ യജിക്കുന്നവനായ അദ്ദേഹത്തിൻ്റെ ആ യാഗാർത്ഥം അയക്കപ്പെട്ട അശ്വത്തെ രാക്ഷസവടിവ് കൈക്കൊണ്ട് പർവ്വ ദിവസം അല്ലെങ്കിൽ വാവ് ദിവസം ദേവേന്ദ്രൻ കട്ടുകൊണ്ടുപോയി കളഞ്ഞു. മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ ആ യാഗത്തിൽ, സകര മഹാരാജാവിൻ്റെ ആ യാഗത്തിൽ കുതിര അപ്രകാരം അപഹരിക്കപ്പെട്ടപ്പോൾ ഉടനെ പുരോഹിത സംഘങ്ങൾ എല്ലാവരും യജമാനനോടായി ഇങ്ങനെ പറഞ്ഞു: കാകുത്സ്ഥ, ഈ യാഗാശ്വം വാവ് ദിവസത്തിൽ ബലാത്കാരമായി അപഹരിക്കപ്പെട്ടിരിക്കുന്നു. കട്ടവനെയും കൊന്നാലും കുതിരയെ തിരികെ കൊണ്ടുവന്നാലും ഈ യാഗത്തിലുള്ള കുറ്റം നമുക്കെല്ലാവർക്കും കഷ്ടകരമായി ഭവിക്കും. രാജാവേ, അതിനാൽ യാഗം എപ്രകാരമാകുന്നുവോ, എപ്രകാരമായാൽ കേടറ്റതായി ഭവിക്കുന്നുവോ അപ്രകാരം ചെയ്താലും. രാജാവ് പുരോഹിതന്മാർ പറഞ്ഞത് കേട്ടിട്ട് ആ സഭയിൽ തൻ്റെ 60,000 മക്കളെ നോക്കി ഇപ്രകാരം പറഞ്ഞു: പുരുഷശ്രേഷ്ഠന്മാരായ പുത്രന്മാരെ, രാക്ഷസന്മാരുടെ പ്രവേശനത്തെ ഞാൻ കാണുന്നില്ല. എന്തെന്നാൽ ഈ മഹായാഗം രാക്ഷോഘ്നാദി പരിശുദ്ധ മന്ത്രങ്ങളോടുകൂടി മഹാഭാഗ്യവാന്മാരാൽ അനുഷ്ഠിക്കപ്പെട്ടത് ആകുന്നു. പുത്രന്മാരെ, അതിനാൽ പോയി വരുവിൻ, തിരിയുവിൻ, നിങ്ങൾക്ക് മംഗളം ഉണ്ടാകട്ടെ. ആഴി, അതായത് സമുദ്രം മാലയായുള്ള ഭൂമിയിൽ മുഴുവനും തിരയുവിൻ. പുത്രന്മാരെ, ഓരോ യോജന വിസ്താരം ഓരോരുത്തരും ചെല്ലുവിൻ. ഏത് സമയം കുതിരയെ കാണുവാൻ കഴിയുമോ അതുവരെ എൻ്റെ കൽപ്പനപ്രകാരം ദിഗ്ഗജങ്ങളോടും സർപ്പരാജാവിനോടും ഗരുഡനായ അമ്മാമനോടും ചോദിച്ച് വിടവാങ്ങിക്കൊണ്ട് ദേവലോകത്തെയും ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടത്തെയും നന്നായി പരിശോധിച്ച്
ഒന്നും വിട്ടുപോകാതെ തിരയുവിൻ. ഈ നാഗലോകത്തെ പ്രാപിച്ച് എങ്ങും തിരയുവിൻ. ഭൂമിയെ മുഴുവനും കുഴിപ്പിൻ. സൂര്യൻ ഉദിക്കുന്നതു തുടങ്ങി അതായത് ഉദയഗിരി തുടങ്ങി അസ്തമന പർവ്വതം എത്തുമ്പോഴും കുതിരയെ കട്ടവനായ അവനെയും തിരയുന്നവരായി കുതിരയോടുകൂടെ തന്നെ മടങ്ങി വരുവിൻ. അതായത് സർവ്വദിക്കിലും കുതിരയെ അന്വേഷിച്ച് കുതിരയെയും കൂട്ടിക്കൊണ്ടുവരുവിൻ എന്നാണ് പറയുന്നത്. ഞാൻ ദീക്ഷ പൂണ്ടവനാണല്ലോ. സഗര മഹാരാജാവ് പറയുന്നു, ഞാൻ ദീക്ഷ പൂണ്ടവനാണല്ലോ. പൗത്രസഹിതനായും ഉപാധ്യായ ഗണങ്ങളോടു കൂടിയവനായും ഏതു സമയം കുതിരയെ കാണുവാൻ സാധിക്കുമോ അതുവരെ ഇവിടെ കാത്തിരിക്കും. നിങ്ങൾക്ക് ക്ഷേമമുണ്ടാകട്ടെ. ഹേ രാമ, ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാബലശാലികളായ രാജകുമാരന്മാർ സന്തുഷ്ട ചിത്തന്മാരായി സഗരരാജാവിനെ വലം വെച്ച് പിന്നെ ശിരസിനാൽ വണങ്ങി നമസ്കരിച്ച് പിതാവിൻ്റെ ആജ്ഞയ്ക്ക് ഉൾപ്പെട്ടു നടക്കുന്നവരായി ഭൂമിയെ പ്രാപിച്ചു. അലയോ പുരുഷവ്യാഘ്ര, ഓരോരുത്തനും ഓരോ യോജന നീളവും വീതിയുള്ള ഭൂപ്രദേശത്തെ വജ്രായുധമൊത്ത ഭുജങ്ങളെ കൊണ്ട് പിളർന്നു. ഹേ രഘുനന്ദന, വജ്രായുധമൊത്ത ശൂലങ്ങളാലും അതിഭയങ്കരങ്ങളായ കലപ്പകളാലും പിളർക്കപ്പെട്ട ഭൂമി വമ്പിച്ച ഒച്ചയോടെ മുഴങ്ങി. ഹേ രാഘവ, വെട്ടുകൊണ്ട് പിളർക്കപ്പെടുന്നവനായ പ്രാണികളുടെയും നാഗങ്ങളുടെയും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും മുറവിളി സഹിക്കവയ്യാത്തതായി ഭവിച്ചു. ഹേ രഘുനന്ദന, ആ വീരന്മാർ ഭൂമിയെ ഏകദേശം പാതാളലോകമെന്ന വണ്ണമാക്കുമാറ് യോജനകൾ 60,000 വെട്ടിത്തുറന്നു. പുരുഷോത്തമ, ആ രാജകുമാരന്മാർ മലകൾ നിറഞ്ഞ ജംബൂദ്വീപത്തെ ഇപ്രകാരം കൊഴിക്കുന്നവരായി എങ്ങും ചുറ്റി നടന്നു. ഗന്ധർവസഹിതന്മാരും അസുരസഹിതന്മാരും പന്നകസഹിതന്മാരുമായ ദേവന്മാർ എല്ലാവരും അതിനാൽ നടുങ്ങിയവരായി ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു. അവർ മഹാത്മാവായ ബ്രഹ്മാവിനെ വണങ്ങി സ്തോത്രം ചെയ്ത് സ്തുതിച്ച് വാടിയ മുഖത്തോടെ അതിഭയാകുലന്മാരായി അപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, ഭൂമി മുഴുവനും സഗരപുത്രന്മാരാൽ കുഴിക്കപ്പെടുന്നു. അനേകം മഹാത്മാക്കളായ പാതാള നിവാസികളും കൊല്ലപ്പെടുന്നു. ഇവനാകുന്നു നമ്മുടെ യാഗത്തെ കെടുത്തിയവൻ. ഇവനാലാണ് അശ്വം അപഹരിക്കപ്പെട്ടത് എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് ആ സഗരപുത്രന്മാർ സർവപ്രാണികളെയും വധിക്കുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാത്മീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ 39 സർഗം 49 സർഗഃ സമാപ്തം.